മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884232666. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടതെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജൂലൈ 30-ന് തിരുവാഭരണ കമ്മീഷണർ മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോകരുതെന്നും പറഞ്ഞു. എന്നാൽ ഓഗസ്റ്റ് 8-ന് കമ്മീഷണർ നിലപാടിൽ കീഴ്മേൽ മറിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടണമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഇടപെടലാണ് അതിന് പിന്നിലെന്നും സതീശൻ പറഞ്ഞു. ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്തവണ കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു. 6 കൊല്ലത്തിനിടയിൽ 40 വർഷം വാറന്റിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നു പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയ കവർച്ചയ്ക്ക് വേണ്ടിയാണ്. ദേവസ്വം മാനുവലും ഹൈക്കോടതി നിർദ്ദേശങ്ങളും വിധിയും ലംഘിച്ചാണ് നിലവിലെ ബോർഡ് പ്രവർത്തിച്ചത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ടെന്നത് വളരെ വ്യക്തമാണ്. അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടാണ് ദേവസ്വം കമ്മീഷണർ ഒരാഴ്ചയ്ക്കകം അഭിപ്രായം മാറ്റിയതെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ദേവസ്വം ഉദ്യോഗസ്ഥർ ഇടപെട്ടെന്നാണ് പ്രസിഡന്റിന്റെ പ്രതികരണമെങ്കിൽ പിന്നെ എന്തിനാണ് ആ പദവിയിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നത്? നോക്കുകുത്തിയാകാനാണോ? ദേവസ്വം ബോർഡ് തന്നെ പ്രതിയാണ്. ദേവസ്വം പ്രസിഡന്റ് കള്ളനാണ്. സ്വർണം കട്ട കള്ളനാണ്. കേസിൽ പ്രതിയാകേണ്ട ആളാണ്. അങ്ങനെയുള്ളവർ അയ്യോ താൻ തെറ്റ് ചെയ്തുവെന്ന് പറയുമോ? ഇയാളെയൊന്നും അതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല. അടിച്ചു ഓടിക്കണം. ശബരിമലയിലെ കട്ടിലും കതകും ദ്വാരപാലക ശില്പവും കൊണ്ടുപോയി കോടീശ്വരന്മാർക്ക് വിറ്റു. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമാണ്. കോടതിയില്ലായിരുന്നുവെങ്കിൽ അവർ അതുകൂടി അടിച്ചു കൊണ്ടുപോകുമായിരുന്നു, സതീശൻ പറഞ്ഞു. PM ശ്രീ വിവാദത്തിലും സതീശൻ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പേര് ആരോഗ്യ കേന്ദ്രങ്ങളുടെ ബോർഡിൽ എഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞവരാണ് 2 കൊല്ലത്തിന് ശേഷം അതേ പേര് എഴുതിയത്. 2 കൊല്ലത്തെ കാശ് പോയി എന്നതാണ് അതിലുണ്ടായ നഷ്ടം. PM ശ്രീയിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ്. എന്നാൽ സർക്കാർ മുന്നോട്ടിറങ്ങി അത്തരം നിബന്ധനകളെ ഒഴിവാക്കി കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല. കേന്ദ്രത്തിന്റെ പണം മോദിയുടെ വീട്ടിലെ പണമല്ല, നമ്മുടെ നികുതി പണമാണ്. പക്ഷേ പണം തരുന്നതിനൊപ്പം BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കരുതെന്നും സതീശൻ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിലെ CPI വിയോജിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് CPI എന്നാണ് MV ഗോവിന്ദൻ ചോദിച്ചത്. തങ്ങളാരെയും ക്ഷണിക്കുന്നില്ല, എന്നാലും ഈ നാണക്കേട് സഹിച്ച് CPI LDFിൽ നിൽക്കണോ? ഏത് മുസ്ലിം ലീഗ് എന്ന് തങ്ങൾ ചോദിക്കുമോ? സഹിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തനിക്ക് തന്നെ സങ്കടം വന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.